ഹായ്, എല്ലാവർക്കും പ്രമോസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് വേറൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെള്ള കുഴിയപ്പം അല്ലെങ്കിൽ വെള്ള ഉണ്ണിയപ്പം. അപ്പോൾ നമ്മൾ ഇന്ന് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അധികം നേരം നീട്ടുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വെള്ള കുഴിയപ്പം അല്ലെങ്കിൽ വെള്ള ഉണ്ണിയപ്പം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 2 ഗ്ലാസ് പച്ചരി കുതിർത്തത്, കുറച്ച് ദോശമാവ്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, പിന്നെ കുറച്ച് കടുക്, കറിവേപ്പില, 1 വലിയ ഉള്ളി, 1 കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്. അപ്പോൾ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റി വയ്ക്കുക. നമ്മൾ പച്ചരി കുതിർത്തത് നമ്മളൊരു മിക്സിയിൽ അരച്ചെടുക്കണം, ഞാനത് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മളത് മിക്സിയിൽ അരച്ചെടുത്ത ശേഷം ഈ ദോശ മാവിലേക്ക് നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദോശമാവിലേക്ക് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അപ്പോൾ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ട് കടലപ്പരിപ്പ്, ഇതിലേക്ക് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക്, പിന്നെ നമ്മളിട്ടുള്ള കറിവേപ്പില, ഇതുകൂടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, പിന്നെ വലിയ ഉള്ളി ഇതുകൂടി ഇട്ട ശേഷം നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ബ്രൗൺ കളർ വരുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യണമെങ്കിൽ കേട്ടോ. അപ്പോൾ ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവിലേക്ക് നമ്മൾ ഈ വെളിയുള്ളിയും ഇതും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു അപ്പച്ചട്ടി വെച്ച ശേഷം നമുക്കതിലേക്ക് 3 എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഈ അപ്പച്ചട്ടി ഓടിൻ്റെ അപ്പച്ചട്ടിയാണ്, അതിനൊരു 120 വർഷത്തോളം പഴക്കമുണ്ട്. അപ്പോൾ നമുക്കതിൽ ഓരോന്നിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോഴത്തെ അപ്പച്ചട്ടി എല്ലാം 4-5 കുഴിയുള്ള അപ്പച്ചട്ടി കിട്ടും. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതായി കഴിഞ്ഞാൽ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അടിവശം ഒരു 6-7 സെക്കൻഡോളം കഴിഞ്ഞാൽ നമുക്ക് അടിവശവും വെന്ത് കിട്ടും. ഒരുപാട് കരിഞ്ഞു പോകരുത്. നമുക്കിതായി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് നമുക്കിത് മാറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് അടിവശം ആയിക്കഴിഞ്ഞാൽ നമ്മളത് പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെള്ള കുഴിയപ്പം അല്ലെങ്കിൽ വെള്ള ഉണ്ണിയപ്പം. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് പൊരികടല ചട്നി അല്ലെങ്കിൽ നമുക്ക് മുളക് അരച്ചത്, ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.